അതിജീവനം ഈ നിമിഷവും കടന്നുപോകും. രചന റാബിയ അബി ലക്ഷദ്വീപ്. ജീവിതത്തിൽ ചില നേരങ്ങളുണ്ട്, എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. നമ്മൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്, ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്, ആവുന്നത്ര കരുത്തോടെ പിടിച്ചു നിൽക്കാൻ പൊരുതുന്നുണ്ട്. എങ്കിലും ഉള്ളിലൊരു ഭാരം നമ്മെ തളർത്താൻ നോക്കും. എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്ന് മനസ്സ് ചോദിക്കും. നിശബ്ദമായ രാത്രികളിൽ ആരും കാണാതെ നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരിന് വല്ലാത്തൊരു കയ്പായിരിക്കും. ഈ നിമിഷങ്ങൾ കടന്നുപോകാൻ എന്തോ വല്ലാത്തൊരു പ്രയാസം നമുക്ക് തോന്നും. ലോകം മുഴുവൻ നമുക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ആ നിമിഷങ്ങൾ. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ തോറ്റുകൊടുക്കരുതാത്തത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മുൻപും ഇതുപോലെ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അന്നെല്ലാം നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇത് അവസാനമാണ് എന്നാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു? അന്ന് നിങ്ങൾ കാണിച്ച ആ ധൈര്യം കൊണ്ടല്ലേ നിങ്ങൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചു നിന്നാൽ മതി. ആ ഒരൊറ്റ നിമിഷം മാത്രം നമ്മൾ പതറാതെ നോക്കിയാൽ മതി. ആ സമയവും കടന്നുപോകും. കടൽ തിരമാലകൾ തീരത്തെ അടിച്ചു തകർക്കാൻ വരുന്നത് പോലെ തോന്നും. പക്ഷേ അത് മണൽത്തരികളെ തഴുകി തിരിച്ചു പോവുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും അതുപോലെയാണ്. അവ ശാശ്വതമല്ല. അവ വരുന്നത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. ഇരുളടഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോഴാണ് നക്ഷത്രങ്ങളുടെ വെളിച്ചം നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെയാണ് ജീവിതത്തിലെ ഓരോ വീഴ്ചകളും. ആ തളർച്ചയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒരു കരുത്തുണ്ട്. അത് മറ്റൊരിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്തതാണ്. പ്രതിസന്ധികൾ നമ്മെ തളർത്താനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ തീയെ ആളിക്കത്തിക്കാനാണ് വരുന്നത്. ഈ കഠിനമായ പാതകൾ പിന്നിടുമ്പോൾ നിങ്ങൾ നേടിയെടുക്കുന്ന ആത്മവിശ്വാസം വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വലിയൊരു തണലായി മാറും. ഓർക്കുക, ഏറ്റവും മനോഹരമായ പൂക്കൾ വിരിയുന്നത് മുള്ളുകൾക്കിടയിലാണ്. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ഓരോ തടസ്സവും യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പടവുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങൾ കണ്ട് പിന്നോട്ടു പോകരുത്. ഈ കറുത്ത മേഘങ്ങൾ മാറി വെളിച്ചം വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ അനുഭവിച്ച ഈ പ്രയാസങ്ങൾ നിങ്ങളെ എത്രമാത്രം ശക്തനാക്കി എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ആ കരുത്തോടെ മുന്നോട്ട് നടക്കുക. ഈ ലോകം നിങ്ങളുടേതാണ്. ഈ പ്രയാസവും കടന്നുപോകും. അതിനുശേഷം നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും. കൂടുതൽ കരുത്തുള്ള, കൂടുതൽ വെളിച്ചമുള്ള ഒരാളായി.